ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത്തവണ ദിവാലി സീസണിൽ തീ പാറും ഗൈസ്. തീ എന്ന് പറയുമ്പോൾ ദിവാലിക്ക് വിടുന്ന പടക്കമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, രണ്ട് പടങ്ങളാണ്. അത് പൊട്ടുവെന്നല്ല, ആ രണ്ട് സിനിമകളും സൗത്ത് ഇന്ത്യ മൊത്തം ട്രെൻഡിങ് ആകാൻ പോവുകയാണ്. ബോക്സ് ഓഫീസ് കത്തിക്കും. അതിൽ ഒരെണ്ണം ചിലപ്പോൾ പടക്കാവും കേട്ടോ. ദിവാലി ആകുമ്പോൾ ഒരു പടക്കമൊക്കെ പൊട്ടാൽ മതി. ഏതാകണമെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീരുമാനിച്ചോ. അപ്പോൾ നമുക്ക് നേരെ പോകാല്ലേ. അപ്പം ബ്രഹ്മാണ്ഡ സിനിമകളുമായിട്ടൊരു നായകൻ, പുള്ളിക്കാരൻ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ബോക്സ് ഓഫീസിന്റെ പല തലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള ആളാണ്. അതായത് ടയർ 1, ടയർ 2, ടയർ 3. ഇപ്പം നിലവിൽ ടയർ 2-ൽ താഴെയാണ് അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പവർ. ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ട് ഒരുപാട് നാളുകളായി, പടം റിലീസായിട്ട് തന്നെ ഒരുപാട് നാളുകളായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ളൊരു നായകൻ, ആ പടത്തിൻ്റെ ഡയറക്ടർ ആകട്ടെ, അയാളുടെ ഇതിനു മുമ്പുള്ള സിനിമ എന്ന് പറയുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയൊരു കൾട്ട് അപരാധമാണ്. കൾട്ട് അപരാധം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ പടം എടുത്ത് എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുക. ഒരു എക്സ്ട്രീം ലെവൽ ഇടിമിന്നൽ പാസം കുത്തിക്കയറ്റിയ അണ്ണാത്തെ, മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിനിമയുടെ ഡയറക്ടർ നടിപ്പിൻ നായകൻ സൂര്യ, സിറുത്തെ ശിവ, പടം കങ്കുവ. ഇവർ ഏറ്റുമുട്ടാൻ പോകുന്ന ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സിനിമയായിട്ടാണ്. ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അഭിനയിക്കുന്ന ആളിച്ചിരി വലിയൊരു കൊമ്പനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ സിനിമയാണ്. വളരെ വലിയ ക്യാൻവാസി വരുന്ന സിനിമയോ വളരെ വലിയ ബഡ്ജറ്റ് വരുന്ന സിനിമയോ ഒന്നുമല്ല. അപ്പോൾ ഈ സിനിമയായിട്ടാണ് കങ്കുവ ക്ലാഷ് വെക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഇതിനു മുമ്പേ ഇന്ത്യ മുഴുവൻ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു OTT ഡയറക്റ്റ് OTT പടമുണ്ട്, ജയ് ഭീം എന്ന് പറയുന്ന ആ സിനിമയുടെ ഡയറക്ടറാണ് ജ്ഞാനവേൽ രജനീകാന്ത് വേട്ടയ്യൻ. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ നടിപ്പിൻ നായകന് ഏറ്റുമുട്ടാൻ നിരത്തി എന്തായിരിക്കും ബോക്സ് ഓഫീസിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോഴേ പോയി കമന്റ് ഇടണ്ട, മൊത്തം കണ്ടിട്ട് നമുക്ക് കമന്റ് ഇടാം. ഇതിൽ ഇവരുടെ രണ്ടുപേരുടെയും ബോക്സ് ഓഫീസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ രജനീകാന്ത് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ടയർ 1-ൽ തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ്. പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പിലുള്ള സിനിമ നമുക്കറിയാം ജയിലറാണ്. ജയിലർ പുള്ളിക്കാരനെ ചോദ്യം ചെയ്ത ആളുകൾക്കുള്ള ഒരു മറുപടിയായിരുന്നു. ബോക്സ് ഓഫീസിൽ 600 കോടി വാരി വേൾഡ് വൈഡ് ഗംഭീര കളക്ഷൻ അടിച്ച പടമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിരിക്കുന്ന ആ ഒരു അവസ്ഥയിരിക്കുന്ന രജനീകാന്തിൻ്റെ ഈ വേട്ടയൻ എന്ന് പറയുന്ന സിനിമ, അത് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് വന്നാലും 150 കോടി അല്ലെങ്കിൽ 200 കോടി ബോക്സ് ഓഫീസിൽ പോസിബിൾ ആണ്. അത് പുള്ളി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കൾട്ട് അപരാധ് അണ്ണാത്തെ എടുത്ത് നോക്കിയാലും 150 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ അവസ്ഥയിരിക്കുന്ന ആളാണ് രജനീകാന്ത്. ഇനി ഇപ്പോൾ സൂര്യയിലേക്ക് വരികയാണെങ്കിൽ സൂര്യയുടെ ലാസ്റ്റ് തിയേറ്ററിക്കൽ റിലീസ് എന്ന് പറയുന്നത് എതിർക്കും തുനിതവനാണ്. ET. ചില നടിപ്പിൻ നായകൻ ഫാൻസ് പറയും 200 കോടി ബോക്സ് ഓഫീസിൽ അടിച്ച പടമാണെന്ന്. പക്ഷേ ഏതോ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് ഇവന്മാർ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ടത്തരം ഇനി പറയാൻ നിൽക്കരുത്. കാര്യം 200 കോടി പോയിട്ട് ആ സിനിമ വേൾഡ് വൈഡ് ഒരു 80 കോടി പോലും അടിച്ചിട്ടില്ല. അത് കറക്റ്റായിട്ട് ഏരിയ വൈസ് ബ്രേക്കപ്പ് എടുത്ത് നോക്കണം. കേരള ആണെങ്കിൽ ഒരു 2.50 കോടിയാണ് അതിൻ്റെ ഫൈനൽ കളക്ഷൻ. ആന്ധ്ര തെലങ്കാന സൂര്യയുടെ ഏറ്റവും വലിയ കോട്ടയാണ്, അവിടെയും ഒരു 10 കോടി താഴെ കളക്ഷൻ വരെ സിനിമയാണ്. തമിഴ്നാട്ടിൽ 50 കോടി കടന്നിട്ടില്ല. ഈ സിനിമ എങ്ങനെയാണ് വേൾഡ് വൈഡ് 200 കോടി കയറിയെന്ന് യുവമാരോട് ചോദിച്ചാൽ യുവമാർ പറയും ചന്ദ്രനിൽ നിന്നും ചൊവ്വയിൽ നിന്നൊക്കെ കളക്ഷൻ കിട്ടിയെന്ന്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ. കാര്യം അല്ലാണ്ട് ഏരിയ വൈസ് ബ്രേക്കപ്പ് നോക്കി ഒരിക്കലും 100 കോടി പോലും കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല എതിർക്കുന്നവൻ. അപ്പോൾ ആ സിനിമയാണ് ലാസ്റ്റത്തെ തിയേറ്ററിക്കൽ റിലീസ്. ലാസ്റ്റത്തെ തിയേറ്ററിക്കൽ ഹിറ്റ് നോക്കുകയാണെങ്കിലോ അത് 2012 റിലീസായ സിംഗം 2 ആണ്. സിംഗം 2 എനിക്ക് തോന്നുന്നു ഏകദേശം 125-126 കോടി വാരി വലിയ ഒരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറി. അതിനുശേഷം ഇപ്പോൾ വന്ന് നായകൻ ഫാൻസ് കമൻ്റ് ഇടാൻ പോകുന്നത്, നീ 24 കണ്ടില്ലായിരുന്നോ, നീ സിംഗം 3 കണ്ടില്ലായിരുന്നോ, ഇതൊക്കെ 100 കോടി ഡാ എന്നാണ് ഇവന്മാർ കമൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ 100 കോടി ഡായാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ്, സൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ ആ സ്റ്റാറ്റസ് ഒന്നും സ്വന്തമാക്കിയിട്ടില്ല എന്ന് പറയാൻ കാര്യം സിംഗം 3 എന്ന് പറയുന്ന 2 പാർട്ടുകൾക്ക് ശേഷം വരുന്ന സിനിമയാണ്. ഹ്യൂജ് ഹൈപ്പാണ്, ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. അതുപോലെ റൈറ്റ്സ് വിറ്റുപോയതും ഹ്യൂജ് റൈറ്റ്സിനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ പറ്റിയിട്ടില്ല. ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ്. 24 ബഡ്ജറ്റ് ബേസ് 80 കോടിക്ക് മുകളിൽ ഇറങ്ങിയ പടമാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയും ബോക്സ് ഓഫീസിൽ എബോവ് ആവറേജ് ആണ്. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ സൂര്യ നിലവിൽ നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ മതി. കങ്കുവ എന്ന് പറയുന്ന ഈ ഒരൊറ്റ പടം വിജയിച്ചാലും പുള്ളിക്ക് കയറി വരാം. 38 ലാംഗ്വേജിൽ, ഓർക്കണേ, 38 ലാംഗ്വേജിൽ റിലീസാകാൻ പോകുന്ന സിനിമയാണ് കങ്കുവ. അതുപോലെ തന്നെ IMAX 3D, പിന്നെ എനിക്കറിയാൻ പാടില്ലാത്ത ഏതൊക്കെയോ വേർഷനിൽ ഈ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പടമാണ്. അപ്പോൾ ആ പടത്തിന് പോസിറ്റീവ് ആണെങ്കിൽ വിജയ് തുപ്പാക്കിയിലൂടെയൊക്കെ കയറി വന്ന പോലെ തന്നെ ആ ഒരു മോശാവസ്ഥ കവർ ചെയ്ത് കയറി വന്ന പോലെ സൂര്യയ്ക്കും കയറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന രജനീകാന്തിൻ്റെ പടമായതുകൊണ്ട് ഒരു ക്ലാഷ് വരുമ്പോഴത്തേക്കും, ക്ലാഷ് രജനിയല്ല വന്നത്, സൂര്യയാണ് വന്നത്. ആ സൂര്യ ഫാൻസിന് അഭിമാനത്തോടെ പറയാം, ഈ ഒരു അവസ്ഥയിലും ക്ലാഷിന് ചെന്നിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഈ പടത്തിന് മേലെ വെച്ചേക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇച്ചിരി ഹെവിയാണ്.
പക്ഷേ കൈസ് ഒരു പാൻ വേൾഡ് ചിത്രമായിട്ട് വരുമ്പോൾ അതും തമിഴ് സിനിമയുടെ അടുത്ത ബാഹുബലിയായിട്ട് മാറുമോ, ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് വരാൻ നേരത്ത് ക്ലാഷ് ഒഴിവാക്കുന്നതായിരുന്നു നല്ലത്. കാര്യം രജനി ഇപ്പം നല്ല ഫോമിലാണ്, വേൾഡ് വൈഡ് നല്ല ഹോൾഡ് പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്റർ പിടിക്കുക എന്നുള്ള കാര്യം പോലും കങ്കുവ ടീമിനെ സംബന്ധിച്ച് ഒരു വാശിയേറിയ പോരാട്ടം തന്നെ ആയിരിക്കും. അത് കണ്ടറിയണം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ 2 സിനിമയ്ക്കും പോസിറ്റീവ് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കാണാൻ മാത്രമേ കയ്യിൽ കാശുള്ളൂ എന്നിരിക്കുന്ന ഓഡിയൻസ് ഒരുപാട് പേരുണ്ടാവും. ഇന്ത്യയാണ്, ഉറപ്പായിട്ടും ഈ രാജ്യത്ത് അങ്ങനെയുള്ള ഓഡിയൻസ് ഒരുപാടുണ്ട്. രണ്ടും പാൻ ഇന്ത്യൻ ചിത്രങ്ങളായതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഏത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കും അങ്ങനെയുള്ള ആളുകൾ എന്നുള്ളൊരു സംഭവത്തിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അതും 2 സിനിമകളെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കങ്കുവ സിനിമയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് വരണം. ആ എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് വരാനാണ് ഞാനും കാത്തിരിക്കുന്നത്. കാര്യം നമ്മൾ സൂര്യനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് ഹേറ്റ് സ്പ്രെഡ് ചെയ്യുവാണ് എന്ന് വിചാരിക്കരുത്. വിമർശിക്കുന്നതായിട്ട് മാത്രം കാണണം. ഞാൻ ഫാൻസിനോടാണ് പറയുന്നത്, അങ്ങനെ മാത്രം കാണണം. കാര്യം സൂര്യക്ക് ഇപ്പം ബോക്സ് ഓഫീസിൽ ആ ഒരു പോരായ്മ പുള്ളി നേരിടുന്നുണ്ട്. അത് ഓവർകം ചെയ്ത് വിജയൊക്കെ തുപ്പാക്കിയിലൊരു ഗംഭീര മറുപടി കൊടുത്ത പോലെ അല്ലെങ്കിൽ സൂര്യ കയറി വരണം. അത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ആ രീതിയിലേക്ക് ഇനിയെങ്കിലും പുള്ളി കയറി വരണം. അത് കങ്കുവയിലൂടെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാര്യം ഡ്രീം പ്രൊജക്റ്റാണ്, അതിലൂടെ തന്നെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു മാസീവ് കംബാക്ക് ആയിരിക്കും. കാര്യം സൗത്ത് ഇന്ത്യ അല്ല, ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടില്ലാത്ത അത്രയ്ക്കും വലിയൊരു കംബാക്ക് നടത്താൻ സൂര്യക്ക് സാധിക്കും. കങ്കുവയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് വരികയാണെങ്കിൽ മാത്രം അത് വരട്ടെ, കയറി വരട്ടെ. കാര്യം ഒരിടക്ക് വിജയും അജിത്തും ഒക്കെ ഒന്നുമല്ലായിരുന്ന സമയം ഉണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ. ആ സമയത്ത് രജനിയായിട്ടും കമലുമായിട്ടും മത്സരിച്ച് ഏറ്റവും കൂടുതൽ നോൺ രജനി റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിട്ടുള്ള, ഞാനല്ല കേട്ടോ, സൂര്യ ആക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ പുറകോട്ട് പോകേണ്ട ആളല്ല, പുള്ളി കയറി വരേണ്ട ആളാണ്. തമിഴ് സിനിമയിൽ ഇവരോടൊക്കെ ഒപ്പം നിൽക്കേണ്ട ഒരാളാണ് സൂര്യ എന്ന് പറയുന്നത്. അതായത് വിജയ് അജിത്തിനോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ നിൽക്കേണ്ട ഒരാളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പുള്ളി കങ്കുവയിലൂടെ ഇനി അങ്ങോട്ട് ആ കോമ്പറ്റീഷനിൽ പുള്ളിയും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സിനിമേനെ ആശംസിക്കുന്നു. അപ്പം എന്തായാലും കയറി വരട്ടെ. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു ക്ലാഷിൽ ആര് ജയിക്കും? ഗംഭീര ക്ലാഷുകൾ കുറേ എണ്ണം ഈ അടുത്തായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം നടന്നത് നമ്മുടെ അയലനും അതുപോലെ ക്യാപ്റ്റൻ മില്ലർ ടയർ 2-ലെ 2 കൊമ്പന്മാരായിട്ടുള്ള ശിവകാർത്തിയനും ധനുഷും തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. അതുപോലെ അതിനു മുമ്പുള്ള പൊങ്കലിന് വിജയ് അജിത്ത് തമ്മിൽ ഏറ്റുമുട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ അജിത്ത് രജനി തമ്മിൽ പേട്ട വിശ്വാസം ക്ലാഷ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ലാഷുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ രജനീകാന്ത് സൂര്യ അത് കാണാനൊരു രസമുണ്ടാകും. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ഹ്യൂജ് വെയിറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ ചെറുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.